ചെയ്തെത്തി പിടികൂടി. അവരെ മർദ്ദിക്കാൻ കഴിയില്ല, അങ്ങനെ മർദ്ദിക്കാൻ നിയമമില്ല. അതിന് പോലീസ് മാനുവലിൽ തന്നെ സർക്കുലർ ഉണ്ട്. അങ്ങനെ ഒരു സർക്കുലർ ഇരിക്കുകയാണ് ആ യുവാവിനെ അത്തരത്തിൽ പോലീസ് വാഹനം മുന്നോട്ട് നിർത്തുകയും ചാടി ഇറങ്ങി ആ SI ചന്ദ്രകുമാർ ആ ചെറുപ്പക്കാരന്റെ കഴുത്തിലേക്ക് ആഞ്ഞടിക്കുകയും ചെയ്യുന്നത്. ഇതിനുശേഷം അയാളുമായി ചോദ്യം ചെയ്യലുണ്ടാകുന്നു. സ്വാഭാവികമായും ഹെൽമെറ്റ് ധരിച്ചില്ലെങ്കിൽ അതിന് ഫൈൻ തന്നാൽ മതി എന്ന യുവാവ് പോലീസിനോട് പറയുന്നു. പക്ഷേ അതിലും ക്ഷുഭിതനായ അയാൾ ആ SI പിന്നീടും ആ ചെറുപ്പക്കാരനെ അടിക്കാനായി കൈപോക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. എന്തായാലും ദേവനാരായണൻ ഇപ്പോൾ ചികിത്സയിൽ കഴിയുകയാണ്. എന്തായാലും പോലീസ് കാടത്തം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം പല സ്ഥലങ്ങളിലും ഇത്തരത്തിൽ പോലീസ് പരിശോധന നടക്കുമ്പോൾ ഒന്നെങ്കിൽ ഹെൽമെറ്റ് ധരിക്കാതെ പോണ യുവാക്കളുടെ ഫോട്ടോ എടുത്ത് അതിന് ഫൈൻ ഈടാക്കാം, മറ്റു തരത്തിലൊക്കെ തന്നെ ഫൈൻ കൊടുക്കാമെന്നിരിക്കുകയാണ്. ഇത്തരത്തിൽ വലിയ കേസുകളിലെ ക്രിമിനൽ കേസുകളിലെ പ്രതികളെ പിടികൂടുന്ന പോലെ പോലീസ് വാഹനം ക്രോസ് ചെയ്ത് നിർത്തി, ഈ എഴുകോൺ സ്റ്റേഷനിലെ പോലീസ് വാഹനം ക്രോസ് ചെയ്ത് നിർത്തി ഇത്തരത്തിൽ ആ വാഹനത്തിൽ നിന്ന് ഇറങ്ങി വന്ന യുവാവിനെ അയാൾ കഴുത്തിലേക്ക് ആഞ്ഞ് അടിക്കുകയും ചെയ്യുന്നത്. എന്തായാലും കഴുത്തിന് പരിക്കേറ്റിട്ടുണ്ട്. ഇപ്പോൾ യുവാവ് എഴുകോണിലെ ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സയിലാണുള്ളത്. എന്തായാലും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഈ സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുകയാണ്. ഈ ഉദ്യോഗസ്ഥനെതിരെ നടപടി വേണമെന്നാണ് ദേവനാരായണന്റെ പരാതി. Welcome to Archer Pulse.